നമ്മുടെ ജീവിതത്തിൽ മാഗ്നറ്റുകളെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? കാന്തം അത് മറ്റു വസ്തുക്കളെ ആകർഷിക്കും. അതിൻ്റെ ഒരു സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. നമ്മളിത് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു ഇരുമ്പ് മാഗ്നറ്റായി മാറുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമുക്കറിയാമോ? ഒന്ന് നോക്കിയാലോ? ഗ്രേപ്സ് ഐഡിയന്മാരിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്ന ഒരു സാധനമാണ് മാഗ്നറ്റ്. നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഒരു മാഗ്നറ്റിൽ നമുക്കൊരു മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ട്. നോർത്ത് പോള്, സൗത്ത് പോള്, അതിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ട്. ഒരു ഇരുമ്പ് കഷണത്തെ മാഗ്നറ്റ് ആക്കാനായിട്ട് നമുക്ക് മറ്റൊരു മാഗ്നറ്റ് അതിൻ്റെ പുറത്ത് ഉരച്ചാൽ മതി. നമ്മളിത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക മാത്രമല്ല, പലപ്പോഴും ചെയ്തു നോക്കിയിട്ടും ഉണ്ടാവും. ആ സമയത്ത് യഥാർത്ഥത്തിൽ ആ ഇരുമ്പ് കഷ്ണത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ ഇരുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റാത്ത അതികഠിനമായ ഒരു വസ്തുവല്ലേ. പക്ഷെ നമ്മളൊരു മാഗ്നറ്റ് അതിൽ ഉരച്ചു കഴിയുമ്പോൾ അവിടെ ആ ഒരു സാധനം മാഗ്നറ്റായി മാറുന്നത്. അതിനൊരു സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ചെറിയൊരു സയൻസാണ് എൻ്റെ പുറകിലുള്ളത്. നമുക്കറിയാം, ആറ്റങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഏതൊരു പദാർത്ഥവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആറ്റങ്ങൾക്കുള്ളിലുള്ള ഇലക്ട്രോൺസിൻ്റെ ക്യാരക്ടറാണ് ഇലക്ട്രിക്കൽ ചാർജസും മാഗ്നറ്റിക് പവറും എന്നത്. ഒരു ന്യൂക്ലിയസും അതിനു ചുറ്റും ഇലക്ട്രോൺസിൻ്റെ ഒരു ക്ലൗഡും ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഇലക്ട്രോൺസ് ആൾവേസ് മൂവ് ചെയ്തിട്ടിരിക്കുക, ന്യൂക്ലിയസിനെ റൊട്ടേറ്റ് ചെയ്തിട്ടേ ഇരിക്കുക. ആ ന്യൂക്ലിയസിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഏകദേശം നമ്മുടെ സൂര്യനെ ഭൂമി ചുറ്റുന്ന കണക്കാണ്, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ ചുറ്റുന്നത് കണക്കാണ്. എന്നാൽ ആ ഇലക്ട്രോൺസ് സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമി കറങ്ങുന്ന പോലെ, ഭൂമി സൂര്യനെ ചുറ്റുന്നതുപോലെ ചുറ്റുമ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നില്ലേ? അതുപോലെ ഈ ഇലക്ട്രോൺസ് സ്വയം കറങ്ങുന്നുണ്ട്. ആ കറക്കത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈഡ് ആകുന്നുണ്ട്. ആ ഇലക്ട്രോൺസിന് ഇറ്റ്സെൽഫ് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, നമുക്കറിയാം. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുന്ന ന്യൂട്രോൺ ന്യൂട്രൽ ചാർജാണ്. ഈ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് മൂലം മറ്റ് ഇലക്ട്രോൺസിന് അതിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല, വികർഷിക്കപ്പെടും രണ്ട് ചാർജുകളും. എന്നാൽ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ തൊട്ടടുത്ത് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന് നിലനിൽക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത്. നമുക്ക് ആറ്റങ്ങളിലെല്ലാം തന്നെ ഈ ഇലക്ട്രോൺ പെയർ കാണാൻ പറ്റും. അങ്ങനെ ഇലക്ട്രോൺ പെയർ ഉണ്ടായിട്ട് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ന്യൂട്രലൈസ് ചെയ്താണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഇലക്ട്രോണിക്സ് ഇൻസെപ്റ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കെ അതിൻ്റെ ഒരു റൊട്ടേഷനിലാണ് നമ്മുടെ ഈ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ഒരു ചാർജിനെ അല്ലെങ്കിൽ ഒരു പവറിനെ നമുക്ക് കാണാൻ പറ്റുക. അത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റൊട്ടേഷനിലുള്ള രണ്ട് ഇലക്ട്രോൺസ് ചേർന്നിരിക്കുമ്പോൾ ഒരു പെയറായി. എന്നാൽ അയൺ, മഗ്നീഷ്യം, അങ്ങനെയുള്ള കുറച്ച് 3-4 മൂലകങ്ങൾ നമുക്കറിയാം അത് മാഗ്നറ്റ് ആകാൻ കഴിവുള്ളതാണ്. അയണാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. അതിൽ ധാരാളമായി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഒറ്റപ്പെട്ട ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഒറ്റപ്പെട്ട ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം അതിന് ഒറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകുന്നില്ല ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പം ആ വേവ്സ് പക്ഷേ
ഒരു സാധാരണ പച്ചിരുമ്പ് എടുത്താൽ അല്ലെങ്കിൽ ഒരു അയൺ എടുത്താൽ നമുക്ക് അതിനകത്തൊരു മാഗ്നറ്റിക് പവർ ഒന്നും കാണാൻ പറ്റത്തില്ല. അതിനകത്തും ഇലക്ട്രോൺസ് എല്ലാം ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. പക്ഷെ അത് പല ഡയറക്ഷനിലാണ്. ഒരു ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ ചുറ്റും, വേറൊരു ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ ഇരുന്ന് ചുറ്റും, അതിൻ്റെ അടുത്ത് വേറെണ്ണം മറ്റൊരു ഡയറക്ഷനിൽ, ഇതെല്ലാം പരസ്പരം പല ഡയറക്ഷനുകളിൽ 360 ഡിഗ്രിയുടെ ഡിഫറൻറ്റ് ആംഗിൾസിലാണ് കറങ്ങുന്നത് എന്നതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഒരു ഔട്ട്പുട്ടായിട്ട് ഈ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ ഇതിനെ ഒരു മറ്റൊരു മാഗ്നറ്റ് വെച്ച് ഉരയ്ക്കുമ്പോൾ, വെറുതെ ഒരു മാഗ്നറ്റ് വെച്ച് അട്രാക്റ്റ് ചെയ്യപ്പെടുത്തതേ ഉള്ളൂ. അവിടെ അതിൻ്റെ പുറത്തുകൂടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യും, വൺ ഡയറക്ഷനിലായിട്ട് എടുത്ത് വെച്ച് വീണ്ടും മൂവ് ചെയ്ത്, ആ സമയത്ത് അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എല്ലാം റൊട്ടേഷൻ ഡയറക്ഷൻ സിമിലർ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് എത്ര പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുന്നോ അത്രയും പ്രാവശ്യവും നമ്മൾ അതിനെ ആ ഒറ്റ ഡയറക്ഷനിലേക്ക് അതിനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനുശേഷം പിന്നീട് ആ ഒരു മെറ്റലിനും ആ ഒരു അയണിനും മാഗ്നറ്റിക് പവർ കിട്ടുന്നത്. ആൾറെഡി അവിടെ ഉണ്ടായിരുന്നതാണ്. അത് സെൽഫ് ക്യാൻസലേഷൻ നടന്നു പോയിക്കൊണ്ടിരുന്നതിനെ ഒരൊറ്റ യൂണിഫോം ഡയറക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനൊരു മാഗ്നറ്റ് ആക്കി എടുത്തു. നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ ഗ്രേപ്സ് നിരന്തരമായി ട്രെയിനിങ്ങുകൾ നടത്തുകയും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരെ പല കാര്യങ്ങളിലും പലപ്പോഴും തർക്കമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ പോലും ചർച്ചകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, മറ്റ് സോഫ്റ്റ്വെയർ കമ്പനികൾ വന്ന് സോഫ്റ്റ്വെയർ തന്നിട്ട് പോവുക, ഗ്രേപ്സ് എന്താണ് ഇങ്ങനെ നിരന്തരമായി ട്രെയിനിങ് ഷെഡ്യൂളുകൾ അയക്കുന്നു, ട്രെയിനിങ്ങുകൾ നടത്താൻ പറയുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സ്ഥിരമായി ഏതെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നേരെ വരുന്നു, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി തർക്കങ്ങളുണ്ടാകുന്നു, അത് ആ രീതികൾ മാറ്റാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യാനുള്ള പവറുള്ള മനുഷ്യരുണ്ട്. അവരെല്ലാം അവരുടെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുക. ഇതിനെല്ലാം സക്സസിൻ്റെ വേയിലേക്ക്, ഒരു സിംഗിൾ യൂണിഫോം ഡയറക്ഷനിലേക്ക് ട്യൂൺ ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ നിരന്തരമായി ഒരക്കൽ പ്രോസസ്സ്, ട്രെയിനിങ്, ഡിസ്കഷൻസ്, മീറ്റിങ്സ്, ഇതിൽ കൂടെ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിരന്തരമായ ട്രെയിനിങ്ങുകളിൽ കൂടെ നമ്മുടെ ഉള്ളിലുള്ള ആ എനർജിയെ യൂണിഫോം ഡയറക്ഷനിലാക്കിക്കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ വളരെയധികം സക്സസ്ഫുള്ളാക്കുക എന്നതാണ് ഗ്രേപ്സ്. ഈ മീറ്റിങ്ങുകളിൽ കൂടെ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് നിരന്തരമായി നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്താം. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ വ്യക്തികളുടെയും അപാരമായ കഴിവുണ്ടല്ലേ, അതിനെ നമുക്ക് ഒരുമിച്ചെടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വിജയത്തിലേക്കായിട്ട് യൂസ് ചെയ്യാം.